ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ വീണ്ടും ആക്രമണം. സുനിത്പൂരിൽ വെച്ച് തന്റെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായതായി ജയറാം രമേശ് ആരോപിച്ചു. യാത്രയുടെ പോസ്റ്റർ കാറിന്റെ ചില്ലുകളിൽ നിന്ന് ബലമായി നീക്കം ചെയ്തെന്നും വലിച്ചു കീറിയെന്നും കോൺഗ്രസ് വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുവെന്നും ജയറാം രമേശ് സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. തങ്ങൾക്ക് നേരെ അക്രമികൾ വെള്ളമൊഴിച്ചുവെന്നും കോൺഗ്രസ് പ്രവർത്തകർ തികച്ചും സംയമനം പാലിച്ചെന്നും എക്സ് പോസ്റ്റിൽ ജയറാം രമേശ് പറഞ്ഞു. ആക്രമണത്തിന് പിന്നിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എന്നും ആരോപണം. അതിനിടെ പ്രതിഷേധക്കാർക്കിടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങിച്ചെന്നു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, കഴിഞ്ഞ ദിവസം അജയ് മാക്കൻ രൂക്ഷമായ വിമർശനങ്ങളാണ് അസമിൽ ഹിമന്ത് ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയെ ആക്രമിക്കുന്നു എന്ന തരത്തിൽ ഉന്നയിച്ചത്. ഇന്നിപ്പോൾ കൂടുതൽ ആക്രമണങ്ങൾ വരുന്നു. തനിക്കെതിരെ വന്ന BJP പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു. അതേപോലെ തന്നെ തനിക്കുണ്ടായ മോശം അനുഭവങ്ങളെക്കുറിച്ച് എക്സ് പോസ്റ്റിൽ ജയറാം രമേശ് കുറിക്കുന്നു. അസമിൽ നിന്നുള്ള പൂർണ്ണ വിവരങ്ങൾ. ക്രിസ്റ്റീന, ഇന്ന് നാടകീയമായ നീക്കങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സുനിത്പൂരിൽ വെച്ച് ഈ ഭാരത് ജോഡോ യാത്രാ സംഘം സഞ്ചരിച്ച വാഹനങ്ങൾ മുന്നോട്ടു നീങ്ങുന്നതിനിടെ എതിരെ സംഘടിതരായി BJPയുടെ പതാകകളുമായി വലിയൊരു ആൾക്കൂട്ടം എത്തുകയായിരുന്നു. അവർ കോൺഗ്രസ് വിരുദ്ധ മുദ്രാവാക്യങ്ങളും മോദി മോദി മുദ്രാവാക്യങ്ങളുമായാണ് എത്തിയത്. വാഹനം നിർത്തി അവരെ അഭിവാദ്യം ചെയ്ത രാഹുൽ ഗാന്ധി അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. തുടർന്ന് പലതവണ അവരെ അഭിവാദ്യം ചെയ്ത ശേഷമാണ് യാത്ര പിന്നീട് മുന്നോട്ടു പോയത്. അതിൻ്റെയാണ് വീണ്ടും ഇന്ന് അസമിൽ വെച്ച് ഭാരത് ജോഡോ യാത്രാ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ജയറാം രമേശിന്റെ വാഹനത്തിന്റെ വിൻഷീൽഡിൽ പതിച്ചിരുന്ന ഭാരത് ജോഡോ യാത്രയുടെ പോസ്റ്ററുകൾ വലിച്ചു കീറുകയും വാഹനത്തിലേക്ക് വെള്ളം ഒഴിക്കുകയും ഒപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ വാഹനങ്ങളിൽ BJPയുടെ പതാകകൾ ഉറപ്പിക്കുകയും ചെയ്തു. BJP പ്രവർത്തകർ ഈ കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ ഭുപൻ കുമാർ ബോറയ്ക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റു. അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും രക്തം വാരുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. സമാനമായി അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ വിഭാഗത്തിന്റെ ക്യാമറ ഈ അക്രമികൾ കവരുകയും ചെയ്തതായുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ പോലീസിൽ പരാതി നൽകിയതായി വ്യക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും സമാനമായ ആക്രമണം വെള്ളിയാഴ്ച രാത്രി ഭാരത് ജോഡോ യാത്രാ വാഹനങ്ങൾക്ക് നേരെയുണ്ടാവുകയും നിരവധി വാഹനങ്ങളുടെ ചില്ലുകൾ തകർക്കുകയും കോൺഗ്രസ് യാത്രയുടെ ഭാഗമായി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. സമാനമായ നീക്കം ഇന്നും ഉണ്ടായിരിക്കുന്നു. ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വലിയ ജനപങ്കാളിത്തം കണ്ട് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഈ അക്രമികളെ പറഞ്ഞയക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ശരി, ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ വീണ്ടും ആക്രമണം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞത് ഹിമന്ത ബിശ്വ ശർമ്മ തനിക്കെതിരായ ഈ പറയുന്ന ജനരോഷത്തിൽ ഭീതിതനാണ്. അതുകൊണ്ട് തന്നെ ഇത് രാഹുൽ ഗാന്ധിയുടെ യാത്രയല്ല, ഇത് അസമിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന യാത്രയാണ്, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള യാത്രയാണ്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി വാഹനത്തിൽ ഇറങ്ങാനുള്ള ശ്രമവും നടത്തി. നാടകീയ സംഭവങ്ങളായിരുന്നു ഇന്ന് അസമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.